ഹലോ! നമ്മളിന്ന് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഒരു 6, 7 മാസമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിന്ന് വീട്ടിലെ മാരുതി 800 എടുത്തിട്ടാണ് പോകുന്നത്. അതെടുത്തിട്ട് തന്നെ കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്രോൾ പമ്പിൽ കയറി നമ്മൾ എയർ ചെക്ക് ചെയ്തു. പിന്നെ പെട്രോളൊക്കെ അടിച്ച് ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. നമുക്കിന്നൊരു കുഞ്ഞ് പ്ലാനുണ്ട്. കാരണം നമ്മൾ പോകുന്നത് നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ ചെന്നിട്ട് ഖായിസ് ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ആ വഴി നമ്മൾ കണ്ണാമാലി ബീച്ചിലേക്ക് പോകാമെന്നാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ കണ്ടെയ്നർ റോഡൊക്കെ കയറി നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ജങ്കാർ വഴി പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് ജങ്കാറിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം ജങ്കാറിൽ അമ്മാതിരി ക്യൂ ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, ഒരു അരമുക്കാൽ മണിക്കൂർ ഒരേ പോസ്റ്റ്. അപ്പോൾ സമയം ഒരു 1 മണി 2 മണി അടുക്കാറായിട്ടുണ്ടായിരുന്നു. വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം വിശപ്പ് അത്രയ്ക്കുമായിരുന്നു. ഞാൻ പിന്നെ അവിടെ നടന്നു പോയിട്ട് അവിടെ നിന്ന് ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ വെള്ളവും താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് സ്നാക്കൊക്കെ മേടിച്ചിട്ട് വന്നു. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജങ്കാറിൻ്റെ സൈഡിൽ നമുക്ക് ഈ ബോട്ട് വരുന്നതും ജങ്കാർ പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ഒരു പ്രത്യേക രസമാണ്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ജങ്കാറിൽ പോകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തും എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജങ്കാറിൽ പോകുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ജങ്കാറിൽ പോകാൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ജങ്കാറിലൊക്കെ കയറി ഒന്നും നോക്കിയില്ല, നേരെ ഖായിസിൻ്റെ അങ്ങോട്ടാണ് പോയത്. ഖായിസിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു, തീർന്നു മക്കളെ, പൊക്കോളാൻ പറഞ്ഞു. അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്കും ബീഫ് ബിരിയാണി ഇല്ല. ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ആദംസ് ഇല്ല. അങ്ങനെ ഫേമസ് ബിരിയാണി സ്പോട്ട്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കണ്ട ഒരു കുട്ടി കടയിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷെ അത്രയും നേരം വിശന്നിരുന്നത് കൊണ്ടാണോന്ന് അറിയത്തില്ല, എനിക്കങ്ങോട്ട് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമം. ഇപ്പോൾ ഈ വീഡിയോ നോക്കാൻ നേരത്ത് എനിക്ക് നല്ല വിഷമം വരുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അര ഭാഗമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അങ്ങോട്ട് മതിയാക്കി. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടം ആയതുകൊണ്ടിട്ടല്ല, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എടുക്കാനും പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആയിട്ടും അവിടെ അത്ര വലിയ ആൾക്കാരൊന്നും റോട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അതൊരു ചിലപ്പോൾ മഴയൊക്കെ പെയ്യാനിരിക്കുന്നത് കൊണ്ടായിരിക്കാം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ കണ്ണാമാലിയിലേക്കാണ് പോയത്. കണ്ണാമാലി ബീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അതിനൊരു പേരുണ്ട്, കണ്ടക്കടവ് ബീച്ചാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ബീച്ചായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബീച്ചാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ടായിരുന്നു. കാരണം അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഇടരുതെന്ന്. അങ്ങനെ എഴുതി വെച്ചാൽ സാധാരണ അവിടെ കാണാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പോയി ഈ ബീച്ചിൽ അത്ര വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും നല്ലതായിട്ടാണ് അവിടെ സൂക്ഷിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്നു. പിന്നെ നമുക്ക് വീഡിയോയൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച്, പിന്നെ മഴയുണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപാട് വെയിലും ഉണ്ടായിരുന്നില്ല. ഈവനിങ് ആയിരുന്നില്ല, നമ്മളൊരു 4 മണി ഈവനിങ് ടൈമിലൊക്കെയാണ് കേട്ടോ പോയത്. പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പോകുന്ന ഭാഗത്ത് അത്ര തിരമാലയൊന്നും അടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്തെ വശത്താണ് നന്നായിട്ട് തിരമാല അടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കാൻ പാകത്തിനുള്ള ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നൊരു ചേട്ടൻ വന്നിട്ട് വലയിടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും അടുത്ത് നിന്നിട്ട് വലയിടുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കറിക്കുള്ള മീനൊക്കെ എന്തായാലും ആ ചേട്ടന് കിട്ടിയിട്ടുണ്ടാവണം. കാരണം എല്ലാ വലവീശലിനും ഏകദേശം 1 2 മീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. കുറച്ച് നേരം ആ ചേട്ടൻ അവിടെ പിടിച്ചു. പിന്നെ ഒരു 4, 5 പ്രാവശ്യം വലയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ ചേട്ടൻ വീട്ടിലേക്ക് പോയി. കണ്ടോ, ആ വലയിൽ മീനുണ്ടായിരുന്നു. 1 2 മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വൈകുന്നേരത്തേക്ക് ഒരു കറി വെക്കാനുള്ള മീൻ ആ ചേട്ടന് എന്തായാലും കിട്ടിയിട്ടുണ്ടാകും.
പിന്നെ അവിടെ നല്ല തിരയടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിറയെ കല്ലിട്ടിട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ കല്ലിൻ്റെ പൊക്കത്തൊക്കെ കയറി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ആ കല്ലിൻ്റെ പുറത്തു കൂടിയും ഇങ്ങനെ തിര നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അത് ഈവനിങ് ടൈം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അത്രയും തിര ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ഇവിടെ 5 മണി ആയപ്പോഴത്തേക്കും തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് വന്നിട്ട് എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചായ കുടിക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് സ്നാക്കൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് പോന്നു. നമ്മൾ തിരിച്ച് ജങ്കാറിനല്ല പോകുന്നത്. ബൈ റോഡ് തന്നെ അങ്ങനെ പോന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി വേറെ പ്ലാനൊന്നുമില്ല. കാരണം അത്ര നല്ല മഴ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.